നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 24. അങ്ങനെ തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും CSE ക്ലോസിംഗിന്റെ ഭാഗമായിട്ട് അവസാന മിനിറ്റുകളിൽ നഷ്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും തിരിച്ചു പിടിക്കുവാനായെങ്കിൽ കൂടിയിട്ടും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ തളർത്തിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ബോർഡർ മാർക്കറ്റ്സുകൾ ഉൾപ്പെടെ ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. എങ്കിലും ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ നിഫ്റ്റിയിലെ ഡേ ഹൈയും. തുടർന്ന് 24,200നും 24,150 എന്ന ലെവലിനും ഇടയിലായിട്ട് നിന്നുകൊണ്ട് റേഞ്ച് ബൗണ്ടോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു നിഫ്റ്റി ഇന്ന് കാഴ്ചവെച്ചതും. അതേസമയം 24,150 എന്ന ലെവലിന് തൊട്ട് താഴെയായിട്ട് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് ഇന്ന് 32 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് CSE ക്ലോസിംഗിന്റെ ഭാഗമായിട്ട് നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ സെൻസെക്സിന് 171 പോയിന്റുകളുടെയും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 236 പോയിന്റുകളുടെ ഇടിവും നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.5% ഇടിവോട് കൂടിയിട്ടും അതേസമയം മിഡ് ക്യാപ്പിന് 0.13% നേരിയ നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1518 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം 1607 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. JSW സ്റ്റീൽ, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, HCL ടെക്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ SBI ലൈഫ് ഇൻഷുറൻസ്, ബജാജ് ഫൈനാൻസ്, അദാനി പോർട്സ്, ബജാജ് ഫിൻസർവ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് US ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 8 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.77 എന്ന നിലയിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയും ചെയ്തു. ബാങ്ക്സ്, ഫൈനാൻസ്, ഓട്ടോമൊബൈൽസ്, ഹെൽത്ത് കെയർ, IT, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, ടെലകോം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് ഇടിവ് നേരിട്ടപ്പോൾ മെറ്റൽ ആൻഡ് മൈനിങ്, ക്യാപിറ്റൽ ഗുഡ്സ്, FMCG, റിയാലിറ്റി തുടങ്ങിയ ചുരുക്കം ചില മേഖലകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗും അവസാനിപ്പിക്കുവാനായുള്ളൂ. ഒരാഴ്ചയിലേറെ കാലമായിട്ട് ഡിമാൻഡിൽ ഉണ്ടായ ശക്തമായ വർധനവിന്റെ ഫലമായിട്ട് ഇന്ത്യയില് പഞ്ചസാരയുടെ വിലയിൽ ശക്തമായ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നതും. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം 15% നേട്ടം പല ഷുഗർ സ്റ്റോക്കുകൾക്കും കൈവരിക്കുവാനുമായിരുന്നു. എന്നാൽ വിപണിയിലെ പഞ്ചസാരയുടെ വിലയെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച 10 ലക്ഷം ടണ്ണ് പഞ്ചസാര ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുവാൻ തിരുവ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നെങ്കിലും ഇന്നത് മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്തില്ല. വീണ്ടും ഷുഗർ സ്റ്റോക്കുകൾ ഇന്ന് കുതിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി ഇൻട്രാഡേ ബേസിസിൽ പല ഷുഗർ സ്റ്റോക്കുകൾക്കും മികച്ച നേട്ടം തുടരുവാനും ഇന്ന് സാധിച്ചു. കമ്പനിയുടെ MDയെയും CEOയെയും റീ അപ്പോയിന്റ്മെന്റ് ചെയ്തതിനെ തുടർന്ന് വിശാൽ മാർട്ടിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 12% ഉയർച്ച അനുഭവപ്പെടുവാനും ഇടയാക്കി. മിഡിൽ ഈസ്റ്റിൽ നിന്നും 15,000 കോടി രൂപയുടെ പുതിയ കരാർ L&Tക്ക് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാന 2 ട്രേഡിംഗ് സെഷനുകളുടെ നേട്ടത്തിന് ശേഷം നേരിയതാണെങ്കിൽ കൂടിയിട്ടും ഈ ആഴ്ചയിലെ പോസ്റ്റ് ട്രേഡിംഗ് സെഷനായ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. അവസാന 2 ട്രേഡിംഗ് സെഷനുകളുടെ നേട്ടത്തിന് ശേഷം ഇന്നും ഗ്ലോബൽ മാർക്കറ്റിൽ ഒത്തിരിയേറെ അനിശ്ചിതത്വം നിലനിന്നെങ്കിൽ കൂടിയിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒട്ടുമിക്ക ഇൻഡസ്ട്രീസുകൾക്കും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാഴ്ചവെക്കുവാൻ സാധിച്ചപ്പോൾ തന്നെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു പ്രകടമായിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിഫ്റ്റിയിലൊക്കെ ഇന്നത്തെ ഓപ്പണിംഗ് ലെവലിൽ തന്നെ ഇന്നത്തെ ഡേ ഹൈ ആയിട്ട് തന്നെ തുടരുവാനുണ്ടായ കാരണവും. തുടർന്ന് ആദ്യത്തെ അരമണിക്കൂറിൽ മാർക്കറ്റിൽ ശക്തമായ ഇടിവിനും കാരണമാക്കി. അതിനാൽ തന്നെ ഇന്നത്തെ മാർക്കറ്റിലെ ആദ്യ അരമണിക്കൂറിൽ അനുഭവപ്പെട്ട ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗും തുടർന്ന് നടന്ന കൺസോൾട്ടേഷനുമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്കും വഹിച്ചത്. എസ്പെഷ്യലി നിഫ്റ്റി PSU ബാങ്കിന് നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവും ഏകദേശം 1% നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായതും. കൂടാതെ മറ്റുള്ള ബാങ്കിംഗ് മേഖലയിലും ഫിനാൻസ് മേഖലയിൽ അനുഭവപ്പെട്ട ഇടിവും മാർക്കറ്റിനെ പിന്നീട് കരകയറുവാൻ ഇടയാക്കിയതുമില്ല. ഇതിനെല്ലാം പുറമെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ഉപരോധങ്ങൾ എന്ന് US വിശേഷിപ്പിച്ചുകൊണ്ട് US സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടിയും ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 കൂടി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റെ ഭാഗത്ത് നിന്നും ഇറാനെതിരെ വരാൻ വേണ്ടി പോകുന്ന സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് പ്രസ് കോൺഫറൻസ് മുൻപിൽ നിൽക്കെ അത് വീണ്ടും
വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ നിക്ഷേപകരും മാർക്കറ്റും പുലർത്തിയ ജാഗ്രതയും ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന വണ്ണം വെള്ളിയാഴ്ച 4% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 4%ലേറെയും ക്ലോസിംഗ് ബേസിസിൽ 2.25%ലേറെയും ഉയർച്ചയോടുകൂടി 11.52 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നതും. കൂടാതെ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 543 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നപ്പോൾ കുറച്ചേറെ നാളുകൾക്ക് ശേഷം തുടർച്ചയായി 3 ആഴ്ചകളിലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ നെറ്റ് ബൈയിങ്ങിന് ശേഷം വീണ്ടും അവർ വീക്ക്ലി ബേസിസിലും നെറ്റ് സെല്ലിംഗിലേക്ക് തിരിഞ്ഞതും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നത് പോലെ തന്നെ അപ്പർ സൈഡിലേക്ക് 24,350 എന്ന ലെവലും ഡൗൺ സൈഡിലേക്ക് 24,150 എന്ന ലെവലും ബ്രേക്ക് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ റേഞ്ച് ബൗണ്ടോടുകൂടി കൺസോളിഡേഷനുള്ള സാധ്യതകളായിരുന്നു അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളൊക്കെ വെച്ച് പുലർത്തിയിരുന്നതും. അതിന്ന് അക്ഷരാർത്ഥത്തിൽ മാർക്കറ്റിൽ സംഭവിക്കുന്ന കാഴ്ചയും പ്രകടമായിരുന്നു. അതായത് 24,150 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും 24,144 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഉടനടി തന്നെ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചിരുന്നു. എന്നാൽ അതേസമയം 24,300 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റി മറികടന്നെങ്കിലും അത് നിലനിർത്തുവാനുമായിരുന്നില്ല. അതിനാൽ തന്നെ ഇന്ന് ടെക്നിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും മാർക്കറ്റിനെ വീക്കൻ ചെയ്യുവാനും ഇടയാക്കി. ഇതിനു പുറമെ ഇന്ന് എണ്ണയുടെ വിലയിൽ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും ഗ്ലോബൽ ക്യൂസ് വളരെ മോശമായിരുന്നു, എസ്പെഷ്യലി ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ത്യ ഉൾപ്പെടെ ഒരു മാർക്കറ്റുകൾക്ക് പോലും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായില്ല. ഹോങ്കോങ് മാർക്കറ്റിന് 2%, കൊറിയൻ മാർക്കറ്റിന് 3.25% ഇടിവാണ് ഇന്ന് നേരിടേണ്ടി വന്നതും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിലും യൂറോപ്യൻ മാർക്കറ്റ്സിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ്നെസ് ആണ് അനുഭവപ്പെടുന്നതും. UK മാർക്കറ്റിന് 0.5%, അതേസമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. എണ്ണയുടെ വിലയിൽ വീണ്ടും ഇടിവ് തുടരുകയാണ് ചെയ്തത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.35% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ബ്രെന്റ് ക്രൂഡിന്റെ വില $92.72 ക്രൂഡ് ഓയിലിന്റെ വില $85.03 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇന്ന് എണ്ണയുടെ വിലയിൽ വീണ്ടും ഇടിവ് തുടരുവാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത് പുതിയ റിപ്പോർട്ട്സുകൾ, അതായത് സൂചനകൾ വരികയുണ്ടായി. ഇറാൻ ഉടനടി തന്നെ തങ്ങളുടെ നേതൃത്വത്തിൽ ഹോർമോസിലൂടെ ചരക്ക് കപ്പലുകളെ കടത്തിവിടുമെന്നും അതിനവർ നിശ്ചിത തുക ഫീസായിട്ട് പിരിക്കുമെന്നുള്ള റിപ്പോർട്ട്സുകളാണ് വരുന്നതും. ടോൾ ഇറാൻ പിരിക്കുമെങ്കിലും ഹോർമോസിലൂടെയുള്ള കപ്പലുകളുടെ കടന്നുപോക്കിന് സഞ്ചാരപഥം സുശക്തമായി തന്നെ തുറക്കുമെന്നുള്ള സൂചനകൾ വന്നത് തന്നെയാണ് ഇന്ന് എണ്ണയുടെ വില വീണ്ടും ഇടിവ് തുടരുവാൻ ഇടയാക്കിയതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ വീണ്ടും ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. 0.25% അഥവാ $35 ഉയർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. $4,643.14 per ഔൺസ് എന്ന നിലയിലേക്ക് ഗോൾഡിന്റെ വില എത്തിച്ചേരുകയും ചെയ്തു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷവും ഇന്നും തുടർന്ന് അനുഭവപ്പെട്ട ഗോൾഡിന്റെ വിലയിലുണ്ടായ ഉയർച്ചയുടെ ഫലമായിട്ട് ഗോൾഡിന് അതിന്റെ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് അതിന്റെ വിലയ്ക്ക് എത്തിച്ചേരുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് മുത്തൂറ്റ് ഫൈനാൻസ് ഉൾപ്പെടെ പല സ്റ്റോക്കുകൾക്കും വീണ്ടും ഉയർച്ച കൈവരിക്കുവാനുമായി നിഫ്റ്റിയുടെ PCRകളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലളിത ജ്വല്ലറി ഇന്ന് സ്റ്റോക്ക് NSEയിലും BSEയിലും IPO പ്രൈസിൽ നിന്നും 32% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഹൈടെക് എഞ്ചിനീയേഴ്സ് ഇന്ന് IPO സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 27-നാണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആവുക. സെപ്റ്റംബർ 1, 2026 സ്റ്റോക്ക് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 50 രൂപയ്ക്കും 53 രൂപയ്ക്കും പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതും. 253 ഷെയറുകളാണ് ഒരു ലോട്ടായിട്ട് പരിഗണിക്കുന്നതും. സ്കൈവേസ് എയർ IPO ഇന്ന് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആയിട്ടുണ്ട്. 27 ഓഗസ്റ്റിന് സബ്സ്ക്രിപ്ഷൻ അവസാനിക്കും. സെപ്റ്റംബർ 1, 2026 IPO ലിസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. 131 രൂപയ്ക്കും 138 രൂപ പെർ ഷെയർ നിലയിലായിട്ടാണ് പ്രൈസ് ബാൻഡ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നതും. GMR എയർപോർട്ട്സ് ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കമ്പനിയുടെ എയർപോർട്ട് കേന്ദ്രത്തിൽ $2 ബില്യൺ ചെലവില് വിപുലീകരണ പദ്ധതികൾ കമ്പനി തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ് ടെക് 2 ആഴ്ചകൾക്ക് മുന്നേ നമ്മളൊരു സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടിരുന്നു. കമ്പനിക്ക്
$150 മില്യൺ കരാർ സ്പേസ് എക്സിൽ നിന്നും ലഭിച്ചെന്ന്. എന്നാൽ കരാർ പ്രവർത്തനമുള്ള സേവനങ്ങൾ ഓഗസ്റ്റ് 24-ന്, അതായത് ഇന്ന് മുതൽ ആരംഭിച്ചതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കില് 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുവാനും ഇടയാക്കി. ഹൊറിസോൺ ഇൻഡസ്ട്രിയൽ പാർക്സ് സ്റ്റോക്ക് ഇന്ന് NSE-യിലും BSE-യിലും IPO പ്രൈസിൽ നിന്നും ഫ്ലാറ്റ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഓറിയന്റൽ ഹോട്ടൽസ് ടാറ്റ ഗ്രൂപ്പിന്റെ ദി ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡുമായിട്ട് ലയിക്കുവാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. TVS സപ്ലൈ ചെയിൻ വിവിധ സേവനങ്ങളിൽ സഹകരിക്കുന്നതിനായിട്ട് ജപ്പാനിലെ സാനിക്യുവുമായിട്ട് കമ്പനി ഒരു കരാറിൽ ഒപ്പുവെച്ചു. GRSE 45.02 കോടി രൂപയ്ക്ക് 100 പേർക്ക് സഞ്ചരിക്കാവുന്ന 2 ഇലക്ട്രിക് ഫെറികൾ ലഭ്യമാക്കുന്നതിനുള്ള ഓർഡർ വെസ്റ്റ് ബംഗാൾ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. ഇതിനു പുറമെ 2670 കോടി രൂപയുടെ നിക്ഷേപത്തോടുകൂടി 3 പുതിയ കേന്ദ്രത്തിലൂടെ ഉൽപാദനശേഷി വിപുലീകരിക്കുവാനും കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഓറിയന്റൽ റെയിൽ Q1 ഏർണിംഗ്സുകൾ കമ്പനി ഇന്ന് പ്രസിദ്ധീകരിച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 83% വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 16.7% വർധനവും റിപ്പോർട്ട് ചെയ്തു. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഹരിയാനയിൽ 20,000 കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള ധാരണാപത്രത്തിൽ ഹരിയാന സർക്കാരുമായിട്ട് കമ്പനി ഒപ്പുവെച്ചു. തങ്കമയിൽ ജ്വല്ലറി ചെന്നൈയിലെ മെഗാപയർ വെസ്റ്റ്, പുരുസൈ വാക്കം എന്നിവിടങ്ങളിൽ 2 പുതിയ സ്റ്റോറുകൾ കമ്പനി ആരംഭിച്ചു.